അടിയും പിഴയും. മശയപ്പൻ ഒരു മണ്ടനും അതേസമയം തണ്ടനുമായിരുന്നു. ക്ഷമാശീലം എന്നത് എന്താണെന്ന് പോലും അയാൾക്ക് അറിവില്ലായിരുന്നു. അത് കാരണം അയാൾ ചെന്ന് വീഴാത്ത കെണികൾ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം മശയപ്പൻ രാമസ്വാമിയുടെ കടയിൽ അരി വാങ്ങാൻ ചെന്നു. അപ്പോൾ രാമസ്വാമി ഒരാൾ വാങ്ങിയ സാധനങ്ങളുടെ കണക്കുകൾ തിട്ടപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു. അത് തീരുന്നതുവരെ കാത്തു നിൽക്കാൻ മശയപ്പന് ക്ഷമയുണ്ടായില്ല. അയാൾക്ക് ദേഷ്യം വന്നു. എനിക്ക് അരി തരാതെ നീ കണക്ക് നോക്കിയിരിക്കുന്നോ അഹങ്കാരി? മശയപ്പൻ തൻ്റെ കാലിലെ ചെരുപ്പൂരി രാമസ്വാമിയുടെ തലയിൽ 2 അടി കൊടുത്തു. രാമസ്വാമി ഉടനെ തന്നെ ന്യായാധിപനെ കണ്ട് പരാതി ബോധിപ്പിച്ചു. ന്യായാധിപൻ മശയപ്പനെ വരുത്തി. പരാതിക്കാരൻ പറയുന്നത് ശരിയാണോ? ന്യായാധിപൻ മശയപ്പനോട് ചോദിച്ചു. ശരിയാണ്, മശയപ്പൻ സമ്മതിച്ചു. എന്തിനാണ് നിങ്ങൾ അയാളെ ചെരുപ്പ് കൊണ്ട് തല്ലിയത്? ന്യായാധിപൻ ചോദിച്ചു. ഞാൻ അരി വാങ്ങാൻ കടയിൽ ചെന്നപ്പോൾ രാമസ്വാമി മറ്റൊരാൾ വാങ്ങിയ സാധനങ്ങളുടെ കണക്ക് നോക്കുകയായിരുന്നു. എന്നെ കണ്ടിട്ടും അയാൾ ആ പണി നിർത്തിയില്ല. എനിക്ക് ദേഷ്യം സഹിച്ചില്ല. അതുകൊണ്ടാണ് അയാളുടെ തലയിൽ ഞാൻ ചെരുപ്പൂരി 2 അടി കൊടുത്തത്. മശയപ്പൻ പറഞ്ഞു. നിങ്ങൾ കുറ്റം ഏറ്റുപറഞ്ഞതിൽ നാം സന്തോഷിക്കുന്നു. പക്ഷേ ചെയ്ത കുറ്റത്തിന് ₹1/2 പിഴയായി വിധിക്കുന്നു. ന്യായാധിപൻ വിധി കൽപ്പിച്ചു. മശയപ്പൻ എതിർത്തൊന്നും പറയാതെ തൻ്റെ മടിശീല അഴിച്ച് പരിശോധിക്കാൻ തുടങ്ങി. പക്ഷേ അയാൾക്ക് ₹1/2 നാണയം അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം അയാൾക്ക് ദേഷ്യവും തോന്നാൻ തുടങ്ങി. പെട്ടെന്ന് അയാൾ കോപത്തോടെ തൻ്റെ ചെരുപ്പൂരി കുറച്ചകലെ മാറി നിൽക്കുകയായിരുന്ന രാമസ്വാമിയുടെ തലയിൽ 2 അടി കൊടുത്തു. രാമസ്വാമി തലയിൽ കൈവച്ച് നിലത്തി ഇരുന്നുപോയി. അത് കണ്ട ന്യായാധിപനും നാട്ടുകാരും അമ്പരന്നു. ഛേ, നിങ്ങൾ എന്ത് അക്രമമാണ് കാണിച്ചത്? ന്യായാധിപൻ കോപത്തോടെ ചോദിച്ചു. അപ്പോൾ ന്യായാധിപനെ താണു തൊഴുതുകൊണ്ട് മശയപ്പൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട ന്യായാധിപൻ ക്ഷമിക്കണം. എൻ്റെ കയ്യിൽ ₹1 നാണയങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബാക്കി ₹1/2 കിട്ടുന്നതുവരെ കാത്തു നിൽക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാണ് ഞാൻ രാമസ്വാമിയുടെ തലയിൽ 2 അടി കൂടി കൊടുത്തത്. ഇപ്പോൾ പിഴ ₹1 ഇത് കേട്ടപ്പോൾ ന്യായാധിപന് കോപം വന്നു. കുറ്റത്തിന് പിഴ നിശ്ചയിക്കാൻ നിങ്ങൾക്ക് ആര് അധികാരം തന്നു? അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്യുന്നവർക്കുള്ള ശിക്ഷ ഇതല്ല. ഈ അഹങ്കാരിക്ക് ₹100 പിഴയും 10 അടിയും നാം വിധിക്കുന്നു. ന്യായാധിപൻ കൽപ്പിച്ചു. ക്ഷമയില്ലാത്തതിന് ഇത്രയും വലിയ പിഴ കൊടുക്കേണ്ടി വരുമെന്ന് മശയപ്പനും വിചാരിച്ചില്ല. ഇനിയെങ്കിലും മശയപ്പൻ നന്നാകാതിരിക്കില്ല. നാട്ടുകാർ ചിരിയോടെ തമ്മിൽ പറഞ്ഞു.